ലയണൽ മെസ്സി എന്ന മെസ്സി ലോകമെമ്പാടുമുള്ള ഒരു ഇതിഹാസമായി മാറുന്നതിന് മുമ്പ് അർജന്റീനയിലെ റൊസാരിയോയിൽ പന്തിനെ ജീവനായി കണ്ട ഒരു ചെറിയ പയ്യനായിരുന്നു. അവിശ്വസനീയമായ ജന്മസിദ്ധമായ കഴിവും കടുത്ത പോരാട്ടവീര്യവും ഒപ്പം കരിയർ തന്നെ തകർക്കുമായിരുന്ന വലിയൊരു പ്രതിസന്ധിയും നിറഞ്ഞതായിരുന്നു അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലം. എല്ലാ ഇതിഹാസങ്ങളുടെയും ജീവിതത്തിൽ ഒരു വഴികാട്ടി ഉണ്ടാകും. എന്നാൽ മെസ്സിയുടെ ജീവിതത്തിലെ വഴികാട്ടി അദ്ദേഹത്തിൻ്റെ അമ്മൂമ്മ തന്നെയായിരുന്നു. തൻ്റെ 4-ാമത്തെ വയസ്സിൽ പിതാവ് പരിശീലിപ്പിച്ചിരുന്ന ഗ്രാൻഡോളി എന്ന പ്രാദേശിക ക്ലബിലാണ് മെസ്സി പന്ത് തട്ടാൻ തുടങ്ങിയത്. എന്നാൽ അവനെ കളിക്കാൻ ഇറക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത് അമ്മൂമ്മയായ സെലിയ ആയിരുന്നു. പ്രായത്തിൽ മുതിർന്ന കുട്ടികൾക്കെതിരെ ഈ ചെറിയ കുട്ടിയെ കളിപ്പിക്കാൻ കോച്ച് എന്ന അച്ഛൻ മടി കാണിച്ചു. അവന് ഒരു അവസരം നൽകണമെന്ന് സെലിയ ശക്തമായി ആവശ്യപ്പെടുകയായിരുന്നു. മെസ്സിക്ക് 11 വയസ്സുള്ളപ്പോഴാണ് അമ്മൂമ്മ മരണപ്പെട്ടത്. എന്നും ഓരോ ഗോൾ നേട്ടത്തിന് ശേഷവും മെസ്സി ആകാശത്തേക്ക് വിരൽ ചൂണ്ടി നിൽക്കുന്നത് തൻ്റെ പ്രിയപ്പെട്ട അമ്മൂമ്മയോടുള്ള ആദര സൂചകമായാണ്. 6-ാം വയസ്സിൽ മെസ്സി തൻ്റെ പ്രിയപ്പെട്ട ക്ലബ്ബായ ന്യൂ വെയിൽസ് ഓൾഡ് ബോയ്സിൽ ചേർന്നു. അവിടെ 1987 ജനിച്ച കുട്ടികളുടെ യൂത്ത് ടീം 4 വർഷത്തിനിടയിൽ ഒരു മത്സരം മാത്രമാണ് തോറ്റത്. അതുകൊണ്ട് തന്നെ ആ ടീം ദ മെഷീൻ ഓഫ് 87 എന്നറിയപ്പെട്ടു. ഇന്ന് നമ്മൾ കാണുന്ന അതേ ശൈലിയിലായിരുന്നു അന്നും മെസ്സിയുടെ കളി. പന്ത് ഇടം കാലിൽ കോർത്ത് പിടിച്ച് പ്രതിരോധ നിരക്കാരെ മുഴുവൻ വെട്ടിച്ചു മുന്നേറുന്ന ശൈലി. ന്യൂ വെയിൽസിൻ്റെ യൂത്ത് ടീമിൽ കളിച്ച കാലയളവിൽ മാത്രം മെസ്സി 500ഓളം ഗോളുകൾ അടിച്ചുകൂട്ടി. പക്ഷേ പിന്നീടാണ് മെസ്സിയുടെ ജീവിതത്തിലെ വില്ലൻ ഉടലെടുക്കുന്നത്. അതായത് 10-ാമത്തെ വയസ്സിൽ മെസ്സിയുടെ വളർച്ചയെ ബാധിക്കുന്ന ഗ്രോത്ത് ഹോർമോൺ ഡെഫിഷ്യൻസി എന്ന രോഗം സ്ഥിരീകരിച്ചു. പ്രായത്തിനൊത്ത വളർച്ച അവനില്ലായിരുന്നു. ഇതിൻ്റെ ചികിത്സയ്ക്കായി പ്രതിമാസം $900 ചെലവ് വരുന്ന ഹോർമോൺ ഇഞ്ചക്ഷൻ എല്ലാ ദിവസവും എടുക്കണമായിരുന്നു. അക്കാലത്ത് അർജന്റീനയിലെ സാമ്പത്തിക പ്രതിസന്ധി കാരണം മെസ്സിയുടെ കുടുംബത്തിനോ പ്രാദേശിക ക്ലബ്ബുകൾക്കോ ഈ തുക താങ്ങാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ ഈ പ്രതിസന്ധിയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ച ആ വഴിത്തിരിവിലേക്ക് നയിച്ചത്. അതായത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ച നാപ്കിൻ കരാറ് ഉടലെടുക്കുന്നത് അങ്ങനെയാണ്. മെസ്സിയുടെ ചികിത്സാ ചെലവ് ഏറ്റെടുക്കാൻ തയ്യാറുള്ള ഒരു ക്ലബ്ബ് തേടിയുള്ള യാത്രക്കൊടുവിൽ 2000 FC ബാഴ്സലോണയിൽ ഒരു ട്രയൽസ് ഒത്തുവന്നു. അന്നത്തെ ബാഴ്സലോണ ഡയറക്ടറായിരുന്ന ചാർലി റക്സാച്ച് 13 വയസ്സുകാരനായ മെസ്സിയുടെ കളി കണ്ട് അത്ഭുതപ്പെടുകയും എത്രയും വേഗം അവനെ ക്ലബിലെടുക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. അവർ കൂടിക്കാഴ്ച നടത്തിയ ടെന്നീസ് ക്ലബിൽ ഔദ്യോഗിക കരാർ പത്രങ്ങളൊന്നുമില്ലാതിരുന്നതിനാൽ അവിടെയുണ്ടായിരുന്ന ഒരു പേപ്പർ നാപ്കിനിൽ റക്സാച്ച് കരാർ എഴുതി ഒപ്പിട്ടു. മെസ്സിയുടെ ചികിത്സാ ചെലവും കുടുംബത്തിൻ്റെ കാര്യങ്ങളും ബാഴ്സലോണ ഏറ്റെടുക്കുമെന്ന ഉറപ്പായിരുന്നു അത്. അങ്ങനെ മെസ്സി സ്പെയിനിലേക്ക് മാറുകയും ബാഴ്സലോണയുടെ വിഖ്യാതമായ ലാ മാസിയ അക്കാദമിയിൽ ചേരുകയും ചെയ്തു. നമുക്കറിയാം ഇങ്ങനെയാണ് ലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന മെസ്സിഹയായി മെസ്സി മാറിയത്. ഈ കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണമല്ലോ. നമ്മുടെ മക്കൾക്കും കടന്നു വരുന്ന ഭാവി തലമുറക്കും ഇതൊക്കെ ഒരു പാഠമാകേണ്ടതുമാണ്.